അഭിമന്യു വധക്കേസിൽ കോടതിയിൽ നിന്നും കാണാതായ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. 11 രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് ഹാജരാക്കിയത്. രേഖകൾ കാണാതായത് വിചാരണയെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തൽ. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ രേഖകളുടെ പകർപ്പ് എല്ലാം ലഭിച്ചോ? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ ഏറെ വിവാദമായ സംഭവമാണ് അഭിമന്യു കേസിലെ രേഖകൾ ഇക്കാണുന്ന ഈ കോടതിയിൽ നിന്നും കാണാതെ പോയ സംഭവം. ആ വിഷയത്തിൽ ഇന്നിപ്പോൾ പരിഹാര നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. അഭിമന്യു കേസിലെ രേഖകൾ, അതിന്റെ പകർപ്പ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു. മുഴുവൻ രേഖകളുടെയും പകർപ്പാണ് ഇന്ന് അല്പസമയം മുമ്പ് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മോഹൻരാജ് മുഖേന കോടതി മുമ്പാകെ എത്തിയിട്ടുള്ളത്. 11 രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പി ഇവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ കേസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. വേണമെങ്കിൽ കോടതിക്ക് ഈ രേഖകൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യാം. അതെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അല്പസമയത്തിനകം അറിയാം ഈ വിഷയത്തിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത്. നേരത്തെ മുൻപും ഈ കോടതിയിൽ നിന്ന് തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിലേതടക്കമുള്ള രേഖകൾ പുറത്തേക്ക് പോയിരുന്നു, ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് പോയിരുന്നു. അത് വലിയ വിവാദമായി മാറിയതുമാണ്. പിന്നാലെയാണ് ഇതേ കോടതിയിൽ നിന്നും ഒരു കേസിന്റെ സമ്പൂർണമായ രേഖകൾ, കുറ്റപത്രമടക്കം 11 രേഖകൾ ചോർന്ന് പുറത്തേക്ക് പോകുന്നത്. ഇത് വിചാരണയെ ബാധിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതെങ്ങനെയാണ്? നിലവിൽ ഈ സംഭവത്തിൽ ഇത് വിചാരണയെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ ഇതിന്റെ കുറ്റപത്രം എല്ലാവരുടെയും, ഇതിന്റെ പകർപ്പ് പ്രതികളുടേതടക്കമുള്ളവരുടെ കൈവശമുണ്ട്, പ്രോസിക്യൂഷന്റെ കൈവശമുണ്ട്. അതിനാൽ തന്നെ ഇത് വിചാരണയെ ബാധിക്കേണ്ട കാര്യമല്ല. ഇതിന്റെ തെളിവുകൾ, ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തെളിവുകളൊക്കെ തന്നെ അതിന്റെ പകർപ്പ് പോലീസിന്റെ കയ്യിലും ഇത് അന്വേഷണ സംഘത്തിന്റെ കയ്യിലും പ്രോസിക്യൂഷന്റെ കയ്യിലും ഉള്ളത് തന്നെയാണ്. അതിനാൽ തന്നെ ഇത് കോടതിയിൽ നിന്നും പോയാലും അതിൽ പ്രശ്നമില്ല എന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. വേറൊരു കാര്യം ഇതിലുള്ളത്, ഇതിന്റെ വിചാരണ തൽക്കാലം ഇന്ന് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ അത് ഇന്ന് തുടങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അതേ കോടതി നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അതിവേഗം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആ വിചാരണ നടക്കാൻ സാധ്യത തീരെ കുറവുള്ളത്. അത് നീണ്ടുപോകാനാണ് സാധ്യത. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ പറയുന്നത്, മുഖവിലക്കെടുത്താൽ ഈ പകർപ്പ് അത് സർട്ടിഫൈ ചെയ്ത് കോടതിയിൽ വെക്കുന്നതോടുകൂടി അത് ഔദ്യോഗികമായ പകർപ്പായി മാറുകയാണ്, ഔദ്യോഗിക രേഖയായി മാറുകയാണ്. അതിനാൽ തന്നെ നേരത്തെ സമർപ്പിച്ച രേഖകൾ കാണാതായി എന്നുള്ളത് വിചാരണയെ ബാധിക്കില്ല എന്നവർ അവകാശപ്പെടുന്നു. കാത്തിരുന്ന് കാണാം അത് അവർക്ക് കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.